നമ്മളിപ്പോൾ ഏത് ടൈപ്പ് പടം എടുത്താലും അത് ഡ്രാമ ആയിക്കോട്ടെ, ത്രില്ലർ ആയിക്കോട്ടെ, അതിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നായകൻ ജയിക്കണം അല്ലെങ്കിൽ വില്ലൻ ജയിക്കണം. ഇത് രണ്ടും അല്ലാത്ത സിനിമയുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അതേപോലെ ഒരു സിനിമയാണ് നെറ്റ്ഫ്ലിക്സിൽ കഴിഞ്ഞ മാസം റിലീസായ ഹൗസ് ഓഫ് ഡൈനമൈറ്റ്. അപ്പോൾ സിനിമയുടെ പ്ലോട്ട് എന്ന് വെച്ചാൽ എവിടെ നിന്ന് ഒരു ന്യൂക്ലിയർ മിസൈൽ ലോഞ്ച് ആവും, അത് അമേരിക്കയിലെ ഷിക്കാഗോയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇമ്പാക്റ്റിനുള്ള ടൈം എന്ന് പറഞ്ഞാൽ 18 മിനിറ്റാണ്. അപ്പോൾ ഈ 18 മിനിറ്റിനുള്ളിൽ അവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റും മിലിറ്ററി ഒഫീഷ്യൽസും എല്ലാം എടുക്കുന്ന തീരുമാനങ്ങളും കൗണ്ടർ മെഷേഴ്സും ഒക്കെയാണ് സിനിമയുടെ പ്ലോട്ട്. അപ്പോൾ ഈ സിനിമ ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമി അല്ലെങ്കിൽ രാജ്യം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇതൊരു ഹൗസ് ഓഫ് ഡൈനമൈറ്റ് ആണ്. കാരണം ഏത് നിമിഷം പൊട്ടാൻ സാധ്യതയുള്ള ഒരു ടിക്കിംഗ് ടൈം ബോംബിന്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അത് പൊട്ടണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇതിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്നവരാണ്. അപ്പോൾ ഈ തലപ്പത്തിരിക്കുന്നവരുടെ ഡിസിഷൻ മേക്കിംഗ്, ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കൽ തിങ്കിങ്, ഇതിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം എനിക്ക് സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായി. കാരണം ഇതൊക്കെ ആശ്രയിച്ചിരിക്കും ആ ബോംബ് പൊട്ടണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ ഈ ഫിലിം ഒരു എക്സ്പെരിമെന്റൽ ഫിലിമാണ്. എല്ലാവർക്കും അങ്ങോട്ട് ദഹിക്കണമെന്നില്ല. ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോൾ ചിലവർക്കൊക്കെ ദേഷ്യം വരും. കാരണം അതങ്ങനെ ഒരു രീതിയിലാണ് ഇത് കൊണ്ടുപോയി എൻഡ് ചെയ്യുന്നത്. പിന്നെ റേറ്റിംഗ് ഒന്നും ഇടുന്നില്ല, നിങ്ങൾ ചുമ്മാ കണ്ടുപോകും.